ഇവൾ എനിക്കെന്തേ പ്രിയങ്കരി. അപ്പൊ ഇതും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങിയാണ് സുഹൃത്തുക്കളെ. രാവിലെ തന്നെ എണീച്ച് മുറ്റത്ത് വന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് പാടത്ത് കോലം നാട്ടിയ പോലെ ഇതാ ഒരു സാധനം എടുക്കുന്നത്. എന്താന്ന് അടുത്ത് പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ബാഗ് കഴുകി വെച്ചു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അപ്പുറം വശത്തേക്ക് പോകുമ്പോൾ ഒരുപാട് പക്ഷികൾ പറക്കുന്നതായിട്ടൊക്കെ കാണപ്പെടാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ കൃഷിക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കുന്ന ഒരു ചെറിയ ടാങ്കാണ് ഈ കാണുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ സൗണ്ട് കേൾക്കുന്നത്. നമ്മൾ നേരെ ഉമ്മറിന്റെ ഷെഡ് പോയി നോക്കുമ്പോൾ കോഴിവർഗത്തിൽപ്പെട്ട എന്തോ രണ്ട് സാധനമാണ്. ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് അധികകാലം ജീവിക്കും തോന്നുന്നില്ല. കാരണം ഒട്ടും വൃത്തിയിലാണ്ടാണ് ഇവരിതിനെ നോക്കുന്നത്. വാടി പോകാതിരിക്കാൻ പൊതിനയില പറിച്ചു വെച്ചിട്ട് അതിന്റെ മേലെ തുണിയിട്ട് വെള്ളം നനച്ചു വെച്ചിരിക്കുകയാണ്. ഇവൻ എന്നോട് ചോദിക്കുന്നത്, നീ എന്തിനാ വെറുതെ പൈസ കൊടുത്ത് ജിമ്മിൽ പോകുന്നത്? നീ എന്റെ കൂടെ ഈ പാടത്തേക്ക് ഇറങ്ങിക്കോ, പൈസ ഒന്നും തരണ്ട, നല്ല ജിമ്മാവാന്നാണ്. മൂപ്പര് പറഞ്ഞതിൽ കാര്യമില്ലാണ്ടൊന്നുമില്ല. മൂപ്പര് പറഞ്ഞതിലും കാര്യമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വർക്കൗട്ടും കാര്യമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ആയി. പല സുഹൃത്തുക്കളും നമ്മളോട് ചോദിക്കാറുണ്ട്, ഏത് ജിമ്മിലാ പോക്ക്, എത്ര ഫീസ്, എങ്ങനെ കാര്യങ്ങളൊക്കെ. അവർക്ക് വേണ്ടിയിട്ടാണ് ഫിറ്റ്നസ് എക്സ്പ്രസ് എന്ന് പറയുന്ന 24 hour വർക്കിംഗ് ഉള്ള ജിമ്മിലാണ് നമ്മൾ പോവാറ്. അത് കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തരായിട്ട് റൂട്ടീൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ ഭാഗത്തേക്ക് തെറിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ നമ്മളെ റൂമിലേക്ക് തന്നെയാണ് പോകുന്നത്. കുടിവെള്ളം ഇന്നലെ ഉച്ചക്ക് തീർന്നു പോയതാണ്. നൈറ്റ് നമ്മൾ വന്നപ്പോൾ വാങ്ങാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ മറക്കാതെ വണ്ടിയിൽ ബോട്ടിലെടുത്ത് വെച്ചുകൊണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ബോട്ടിലും വാങ്ങിയിട്ടാണ് തിരിച്ചു വരുന്നത്. വേറെ എന്തെങ്കിലും നമുക്ക് ജീവിക്കാൻ തിരിക്കുക, വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. മസറകളിലേക്കുള്ള പുല്ലാണ് ഈ വണ്ടിയിൽ ലോഡായിട്ട് പോകുന്നത്. റൂമിലെത്തി ഡോർ തുറന്നപ്പോൾ കണി കാണുന്നത് ഒരു കൊട്ട അലക്കാനുണ്ട്. ഒന്നും നോക്കിയില്ല. ആ കൊട്ടയെടുത്ത് നേരെ വാഷിംഗ് മെഷീനിലിട്ട് 2-3 ബക്കറ്റ് വെള്ളവും കോരി സ്വിച്ച് ഓൺ ആക്കിയിട്ടും സാധനം കറങ്ങുന്നില്ല. ഒന്ന് അടി പിടിച്ച് തിരിച്ചപ്പോത്തിനും ആള് ഓൺ ആയിട്ടുണ്ട്. രാവിലെ പുഴുങ്ങി വെച്ചതിന്റെ മുട്ട ഓരോന്ന് ബാലൻസ് ഉണ്ടായിരുന്നു. അതൊന്നും അവനും കൊടുത്തു വന്ന് ഞാനും കഴിച്ചു. അലക്കിയതെല്ലാം കൂടി നമ്മൾ വാരി എടുത്ത് നേരെ ഉണക്കാനായിട്ട് ഇട്ടു. സത്യം പറഞ്ഞാൽ ഇത് ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1/4 മണിക്കൂർ പുറത്തിട്ട് കഴിഞ്ഞാൽ ഇത് ഉണങ്ങി കിട്ടും. അത്ര ചൂടാണ്. പക്ഷെ നമ്മൾ ഉണക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വെയിലത്തിട്ട് കഴിഞ്ഞാൽ സാധനം ചിലപ്പോൾ നശിച്ചു പോകും. ഒരുത്തനാണെങ്കിൽ ഇതാ ലെബം വെച്ച് മുഖവും ചുണ്ടും ചെറിയെല്ലാം കൂടി ഫേഷ്യൽ ചെയ്തിട്ട് ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. പാന്റും ഷർട്ടൊക്കെ അലക്കി ഉണക്കി ഇടുന്ന കണ്ടിട്ട് ഷൂ നമ്മുടെ മുഖത്തേക്ക് ദയനീയമായിട്ട് നോക്കിയിട്ട് ചോദിച്ചു, എന്നെയും കൂടി ഒന്ന് കഴുകി വെച്ചുകൂടെയെന്ന്. ഒന്നും നോക്കിയില്ല. അവന്റെ സങ്കടം മാനിച്ച് അവനെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. രാവിലെ കണ്ട പെട്ടിയുടെ ഉത്തരവാദി ഇവനാന്ന് മനസ്സിലായി. അവൻ നാട്ടിൽ പോവുകയാണ്. നാളെ രാവിലെ നാട്ടിൽ പോകുന്നാണ് അവൻ പറയുന്നത്. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കള് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.